നമസ്തേ. 22/6/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇടവം തുലാം രാശിക്കാർക്ക് ശുഭവും, മിഥുനം ചിങ്ങം കന്നി ധനു മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ മധ്യമാവസ്ഥയും, മേടം കുംഭം മീനം രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഈ കൂറുകാർക്ക് കഠിന ദോഷവും ആണ്. ഇനി ഒരു കമൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ശുഭം ആണ് എന്ന് പറഞ്ഞിട്ടും ദോഷം പറയുന്നുണ്ടല്ലോ എന്ന്. ശുഭം ആണ് എന്ന് പറഞ്ഞിട്ടും ദോഷം പറയുന്നുണ്ടല്ലോ എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് ആർക്കും ഉണ്ടാവില്ല, എല്ലാ ഗ്രഹങ്ങളും ദോഷമായിട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ കഠിന ദോഷം പറഞ്ഞിട്ട് നോക്കി, അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ കുറച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ടാവും. അത് എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ. ചില സമയത്ത് നല്ല ശുഭകരമാണെന്ന് പറഞ്ഞിട്ട് അല്പം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാവും ആ ശുഭകരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ധനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം അത്ര അനുകൂല സ്ഥാനത്തായിരിക്കില്ല നിൽക്കുന്നത്. കാര്യം പൊതുവേ നോക്കുമ്പോൾ അവർക്ക് ഗുണകരമായ അവസ്ഥയായിരിക്കും, പക്ഷേ ധനം മാത്രം എടുത്തു വെച്ച് നോക്കുമ്പോൾ അത് ദോഷകരം അനുകൂലമായ അവസ്ഥയായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പോൾ അത് ഗുണകരമാണെങ്കിൽ, ഇപ്പോൾ ദോഷമാണെന്ന് പറഞ്ഞാലും ചില ഗുണം പറയാറില്ലേ? കാരണം ചില ഗ്രഹങ്ങൾ ഗുണകരമായിരുന്നാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കണം. ദോഷം പറഞ്ഞാലും ചില ഗുണങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. വളരെ ശുഭകരമാണെന്ന് പറയുമ്പോഴും അതിനകത്ത് ചിലപ്പോൾ 1-2 ദോഷങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും. അത് എല്ലാ ഗ്രഹങ്ങളും ഒന്നിച്ച് ശുഭകരമായി കിട്ടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി അതാണ് ആ കമൻറ്റിനുള്ള മറുപടി. അത് ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണ്. ശുഭദിനത്തിൽ എങ്ങനെയാണ് നഷ്ടം ഉണ്ടാകുന്നതെന്ന് ആത്മാർത്ഥമായിട്ട് ചോദിച്ചതാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ മറുപടി പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം. എല്ലാ ഗ്രഹങ്ങളും എല്ലാവർക്കും ഒരേ സമയം ദോഷകരമായി വരികയോ ശുഭകരമായി വരികയോ ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ പൊതുവെയുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിശോധിച്ചുകൊണ്ടാണ് ആ ദിവസം ശുഭമാണോ അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമ്മൾ പൊതുവെ തീരുമാനിക്കുക. ഇനി എൻ്റെ വീഡിയോ തുടർച്ചയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം. നമഃശിവായെന്നോ ഓം നാരായണമെന്നോ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള കമൻറ്റുകൾ പൊതുവായ സംശയങ്ങൾക്ക് ഇതേപോലെ മറുപടി നൽകും. പിന്നെ നിങ്ങളുടെ നാളുകൾ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നാളുകൾ ഇടുന്നത്, പെരുന്നാൾ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അവരെ ഞാൻ പൂജയ്ക്ക് കയറുമ്പോൾ അവരെ മനസ്സിൽ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അർച്ചനയൊക്കെ അവരുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യാറുമുണ്ട്. എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും. ഇന്നുവരെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ എൻ്റെ മക്കളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അതാണ്. നമ്മൾ ഒരാവശ്യവും ഭഗവാന്റെ അടുത്ത് പറയേണ്ടതില്ല എന്നാണ്. കാരണം ഭഗവാൻ നമ്മളെക്കുറിച്ച് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഭഗവാൻ നമുക്ക് വേണ്ടതെല്ലാം നൽകും. എല്ലാവരുടെ കാര്യത്തിൽ ഇത് ബാധകമാണ്. എങ്കിൽ പോലും നമ്മൾക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന് പറയാം. നമുക്ക് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ ഒരു ഭഗവാനെ, ഇതെന്താണിങ്ങനെ, ഞാൻ അങ്ങയെ ഭജിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും അങ്ങ് എന്താണ് ഈ പ്രയാസം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയാണ് നമ്മൾ ചോദിച്ചു പോകും. അതെല്ലാം ഭഗവാനോടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ ആഴത്തിൽ ആക്കുന്നതിന് സഹായകരവുമാണ്. കാരണം നമ്മൾ നന്നായിട്ട് ഭഗവാനെ വിചാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ദോഷങ്ങൾ കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് അതേപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ഫലമല്ല ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം ഉപയോഗിച്ച് നോക്കണം. എങ്കിൽ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ നാളുകാരുടെ ഓരോ ഇതും വിശദമായിട്ട് നോക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ. മേടക്കൂറുകാർക്ക് ദോഷകരമായൊരു ദോഷമാണ്. അപ്പോൾ ദോഷകരമായൊരു ദോഷമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. ആ ഒരു ചെറിയ ഗുണമുണ്ടേ. അതേപോലെ മാതൃസ്ഥാനീയർ അവർക്ക് അനുകൂലമായിരിക്കും. ഒരഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ദോഷമാണെന്ന് പറഞ്ഞിട്ടും ഗുണമല്ലേ പറയുന്നത്. ഈ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹം അവർക്ക് അനുകൂല സ്ഥാനത്താണ്. പക്ഷേ
ഭൂരിഭാഗം നോക്കുമ്പോൾ അത് ദോഷസ്ഥാനത്ത് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ദോഷകരമായിട്ട് വരുന്നത്. ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും, അലസത ഉണ്ടാവും. എല്ലാ കാര്യത്തെയും ഒരു സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്നത് കൊണ്ട് പലതും വേണ്ടത് വേണ്ട സമയത്ത് ചെയ്ത് തീർക്കാൻ കഴിയാതെ വരും. ആരോഗ്യകാര്യത്തിൽ വളരെ മേന്മ കുറഞ്ഞ ഒരു സമയമായിരിക്കും ഈ ദിവസം. അതേപോലെ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുവെ അനുകൂലമല്ല. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. അതേപോലെ ധനപരമായ ചില നഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേടക്കൂറുകാർക്ക്. വാക്കുകൾ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. എങ്കിലും പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യം പറയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ആലോചനയൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും വലിയ ദോഷം ചെയ്യുന്ന ഒരു ദിവസമല്ല ഇത്. അനുകൂലമല്ലെങ്കിലും പ്രതികൂലമായിരിക്കില്ല. കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് മേടക്കൂറുകാർ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായൊരു ദിവസമാണ്. ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയുള്ളതല്ല. ചില അംഗീകാരങ്ങളൊക്കെ മേടക്കൂറുകാർക്ക് കിട്ടാതെ വരുന്ന ഒരു സമയമായിരിക്കും. മനസ്സിന് ചില പ്രയാസങ്ങൾ, ചിലർ അംഗീകരിച്ചില്ല, അല്ലെങ്കിൽ ചിലർ കണ്ടിട്ട് മിണ്ടിയില്ല തുടങ്ങിയ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ നമ്മൾ മിണ്ടുക, അതാണ് അങ്ങനെ ഉള്ള ചെയ്യാം. പക്ഷേ അത് വളരെ ശ്രദ്ധയോടൊക്കെ വേണം സംസാരിക്കാൻ. കാരണം എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് വലിയ ദോഷം ഉണ്ടാവില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും പ്രയാസവും ഒക്കെ ഉണ്ടാകും. കാരണം ഏഴരശ്ശേരി കാലഘട്ടം കൂടെയാണ്. ഈ ദിവസം അത്ര അനുകൂലവുമല്ല എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധ ആവശ്യമുള്ളൊരു ദിവസം കൂടെയാണ്. ശനിദോഷം ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുള്ളൊരു ദിവസം കൂടെയാണെന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കാം. ഇനി ഇടവക്കൂർ. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂർ. ഇടവക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് അത്ര അനുകൂലമല്ല. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടും, അലസത ഉണ്ടാവും. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ മനസ്സ് ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കാതെ വരുന്നതുകൊണ്ടും അശ്രദ്ധമായ കാര്യങ്ങൾ മൂലമുള്ള എടുത്തുചാട്ടം മൂലമൊക്കെ ചില നഷ്ടങ്ങളുണ്ടാവും. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല. അതേപോലെ ഗർഭാശയ രോഗമുള്ളവർ, അതേപോലെ ഗർഭസ്ഥ അവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിലും അവർക്ക് ശുഭകരമാണ്. എങ്കിലും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആസ്തമ, മാനസിക അസ്വസ്ഥത, അലർജി രോഗങ്ങൾ, ഇതും ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും. വാക്കുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. പുതിയ തൊഴിൽ കണ്ടെത്തുവാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനൊക്കെ ഇവർക്ക് അനുകൂലമായ സമയമാണ്. അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ ആലോചിക്കാം. പൊതുവെ അനുകൂലമാണ്. ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പുതിയ തൊഴിൽ മേഖലയിലൊക്കെ ഉന്നതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഇടവക്കൂറുകാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം ശുഭകരമൊക്കെയാണ്. എങ്കിലും ലഹരി മൂലമുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ അനുചിതമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃബന്ധങ്ങൾ വേണ്ടെന്നല്ല,
ഈ ലഹരിയൊക്കെ ഉപയോഗിക്കാനൊക്കെ പോകുന്ന കൂട്ടുകാർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കുക. സുഹൃബന്ധങ്ങളിൽ നിന്ന് ഒഴിവാക്കണ്ട, ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് ഒഴിവാക്കുക. കൂട്ടുകൂടി പോയി ലഹരിയൊക്കെ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ നിന്ന് അവരെ നമ്മൾ ഒഴിവാക്കുക, അവരെ മാറ്റി നിർത്തുക. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സൗഹൃദമാവാം, ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറ് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. ഒരു പ്രതിരോധ ശക്തിക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അതേപോലെ അലസത തോന്നും, ഒരു വിളർച്ച ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആരോഗ്യത്തിൻ്റെ അത്ര അനുകൂല നേത്രരോഗങ്ങൾ, ഉഷ്ണരോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകം മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കണം. എന്നാൽ അവരുടെ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പിതൃസ്ഥാനീയരൊക്കെ അനുകൂലമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ച് നല്ല മിതത്വം പാലിക്കുക. അവരിൽ നിന്ന് പ്രതികൂലമായ വാക്കുകളോ കാര്യങ്ങളൊക്കെ കേട്ടാൽ അതിന് കൂടുതൽ മറുപടി പറയാൻ പോവാതിരിക്കുക, ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക, ഇത്രയൊക്കെ ചെയ്യുക. അങ്ങനെ ആ പ്രതികൂല അവസ്ഥയെ നമ്മൾ ബോധപൂർവം തരണം ചെയ്യണം. അതാണ് പ്രതികൂലമാണെന്ന് പറയുന്നിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് പ്രതികൂലമാണ് എന്നാൽ ആവട്ടെ എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ പറയുന്നത് ചില ഇതൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ വിചാരിച്ചാൽ ആ പ്രതികൂലാവസ്ഥ മാറ്റാൻ പറ്റുമോ എന്ന് തീർച്ചയായിട്ടും പറ്റും. അതിനാണല്ലോ നമ്മൾ നാമം ജപിക്കുന്നതും ഈശ്വരാധീനം ഉണ്ടാക്കുന്നതും നമ്മൾ ആ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നതും. അതൊക്കെ ശ്രദ്ധിച്ചു പോവുക, അത് വേണം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിതൃസ്ഥാനീയർ അനുകൂലമല്ല, എന്നാൽ മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. അതും പിതൃസ്ഥാനീയരുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിടയ്ക്ക് കയറി ഒരു പരിധി വരെ പരിഹാരമായിക്കോളും. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ടല്ലോ, അല്ലേ? അങ്ങനെയല്ലേ എല്ലായിടത്തും. അച്ഛനുമായിട്ട് എന്ത് കാര്യങ്ങളിലും സാധാരണ അമ്മയാണ് മധ്യസ്ഥം പിടിക്കാൻ വരിക, അല്ലേ? അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടും. രണ്ടുപേരും കൂടെ അനുകൂലം അല്ലെങ്കിലാണ് കൂടുതൽ പ്രശ്നമാവുക. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒന്ന് കുറയുന്ന സമയമാണ് മിഥുന രാശിക്കാർക്ക്. അതേപോലെ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ അതോടൊപ്പം ഉണ്ടാകുന്നു, അതിനുള്ള സാധ്യതയുമുള്ളത് കൊണ്ട് ഈ നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ, ഇപ്പം ധനപരമായ കാര്യങ്ങൾ കയ്യിൽ വന്നാൽ ഉടൻ കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക. കാരണം കടം തീർക്കാൻ അനുകൂലമായൊരു സമയമാണ്. അപ്പോൾ അത് കടം കുറച്ച് കൊണ്ടുവരിക. അതേപോലെ അത് മറ്റൊരു കാര്യത്തിന് വേണ്ടി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കരുത്. കാരണം നിങ്ങൾ മാറ്റി വയ്ക്കുന്നൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയായിരിക്കാം. പക്ഷേ ആ കാര്യത്തിന് വേണ്ടി പണം ഉപയോഗിക്കാൻ കഴിയാതെ വരികയും അതിനു മുമ്പ് മറ്റെന്തെങ്കിലും ആവശ്യം വന്നാൽ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ തന്നെ, കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതാവാം, ഒക്കെ ആവാം. അതപ്പോൾ തന്നെ കടം മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ പണം കയ്യിലല്ലല്ലോ ഉപയോഗിക്കുക, കയ്യിലല്ലല്ലോ കിട്ടുക. നമ്മുടെ കയ്യിലുള്ളതുപോലെ എവിടെ വന്നാലും നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് നേരെ കടം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ചെയ്യുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതുകൊണ്ട് അതിൻ്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ധനപരമായ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകും, എങ്കിലും ചില നേട്ടങ്ങളും അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കൾ മൂലം ചില പ്രയാസങ്ങൾ, സാമ്പത്തികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തികകാല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര നേട്ടമുള്ളതൊന്നുമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും ഒന്നും തന്നെ അനുകൂലമുള്ള ദിവസമല്ല. അപ്പോൾ ആ തൊഴിൽ മേഖലയിലേക്ക് പോകുമ്പോൾ അതൊക്കെ ഉണ്ടാകും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ആ തൊഴിൽ മേഖലയെ നമ്മൾ മുൻകൂട്ടി അങ്ങനെ പ്രശ്നം ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യാം? ഉണ്ടായിക്കോളുന്ന എല്ലാവർക്കും ഉണ്ടായിക്കോളുന്നല്ല കേട്ടോ, ജാതകം കൂടെ ഇതിൽ ബാധകമാണ്. അപ്പോൾ അതും ഇതും കൂടെ അനുകൂലമോ പ്രതികൂലമോ വരുമ്പോഴാണ് കൂടുതൽ ഉത്സാഹിക്കുക. അപ്പോൾ അത് അനുകൂലമായിട്ട് വരിക, ഇതല്പം പ്രതികൂലമാണെങ്കിൽ മധ്യമായിട്ട് നിൽക്കും. ഇതും പ്രതികൂലമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉത്സാഹവും. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്തൊരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ നമ്മളെങ്ങനെ പെരുമാറുന്നത് മുൻകൂട്ടി ഒരു തീരുമാനം എടുത്ത് പോയാൽ ഒരു പരിധി വരെ അത് ഒഴിവാക്കി പോകാനായിട്ട് നമുക്ക് കഴിയും. കർക്കിടകം രാശി. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കർക്കിടകം രാശി. കർക്കിടകം രാശിക്ക് വളരെ ദോഷകരമായൊരു ദിവസമാണ്. വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ ആവശ്യമാണ്. ക്ഷേത്ര ദർശനം, നാമജപം ഇതൊക്കെ വേണം. കാരണം ഒരു അനുകൂലമായ സ്ഥിതി അല്ല ഉള്ളത്. ജാതകം കൂടെ അല്ലെങ്കിൽ വളരെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ജാതകം കൂടെ അനുകൂലം അല്ലാത്തവരാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ജാതകം ഇപ്പോൾ എല്ലാവരെയും നോക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അനുകൂലം അല്ല എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക, ഈശ്വര ജപം നടത്തുക, ഇഷ്ടദേവതയുടെ നാമജപമൊക്കെ നടത്തുക. അങ്ങനെയൊക്കെ നടത്തിയിട്ട് ആ ദിവസത്തെ കർമ്മ മേഖലയിലേക്ക്, കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക നമ്മൾ കേട്ടോ. പൊതുവെ അവർക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടാകും, അലസത ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുക. അങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാം മാറ്റിവെക്കും. അത് പിന്നെ ചെയ്യാം, ചെയ്തത് ശരിയാവില്ല, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, അതൊന്ന് ചോദിച്ചിട്ടാകാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാറ്റി വയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാവും. പിത്തസംബന്ധമായ അസുഖങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. എന്നാൽ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂമി, അതേപോലെ ധനപരമായ കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക. എടുത്തുചാട്ടം, മുൻകോപമൊക്കെ ഒഴിവാക്കുക. വാക്കുകൾ വളരെ നല്ല രീതിയിലായിരിക്കില്ല വരിക, അഥവാ പറയുന്ന വാക്കുകൾ വേണ്ട അർത്ഥത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കില്ല. അതിൻ്റെയൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വാക്കുകളൊക്കെ പരമാവധി കുറയ്ക്കുക. അതേപോലെ മറ്റുള്ളവരത്തൊക്കെ ചെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് അനുകൂലമല്ല. അതുകൊണ്ട് അതും കൂടെ മനസ്സിലാക്കുക. അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമല്ല. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു ടൈമായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്തും അനുകൂലമല്ല. സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ അനുകൂലമല്ല. സ്വന്തം സ്ഥാപനം നടത്തുന്നവരൊക്കെ ആണെങ്കിൽ സാമ്പത്തികമായി കുറച്ചധികം വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കർക്കിടകക്കൂറുകാർ. കാരണം ഒട്ടും അനുകൂലമല്ല. അനുചിതമായ സുഹൃബന്ധങ്ങൾ മൂലമുള്ള ചില നഷ്ടങ്ങൾ വരാം. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ മൂലമുള്ള നഷ്ടങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ കുറച്ച് കാലത്തേക്ക് ശ്രദ്ധിക്കുക. ചിങ്ങം. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യവും മനസ്സുമൊക്കെ അനുകൂലമാണ്. ഒരാത്മവിശ്വാസം ഉണ്ടാവും. അലസതയൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആരോഗ്യകാര്യത്തിൽ നേട്ടങ്ങളുണ്ടാവും. മനസ്സ് അത്ര അനുകൂലമല്ല. അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അത് ഒഴിവാക്കണം. അതേപോലെ ആസ്മ, മാനസിക സ്വസ്ഥത ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ഗർഭാവസ്ഥയിലുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക, ഓടുക, ചാടുക, നടക്കുക, ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കാര്യങ്ങൾ ഈ ചിങ്ങക്കൂറുകാർ. അതേപോലെ ഗർഭാശയ രോഗമുള്ളവരും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും. കടബാധ്യത വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപകടങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ധനപരമായോ മറ്റോ ഉണ്ടാകാം. അത് കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുമായിട്ട് ചിലപ്പോൾ തീരാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ജീവിത പങ്കാളിയും മക്കളും അനുകൂലമാണ്. അതുകൊണ്ട് കുടുംബത്തിലൊരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും.
തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദിവസമല്ല. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ ഒരു സഹകരണം പല കാര്യങ്ങളിലും കിട്ടും. ഒരു കാരണവശാലും ചിങ്ങം രാശിക്കാർ ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ഇനി കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്യക്കൂറുകാർ. കന്യക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമാണ്. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസത കൂടാതെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവും. എന്നാൽ വേണ്ട രീതിയിൽ മനസ്സ് പ്രവർത്തിക്കില്ല, ബുദ്ധി പ്രവർത്തിക്കില്ല. അപ്പോൾ ഒരു വക്രബുദ്ധിയൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. അതൊക്കെ അത്ര അനുകൂലമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വക്രബുദ്ധിയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല, എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കുകയും ചെയ്യും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കന്നിക്കൂറുകാർക്ക് ഈ ദിവസം പറ്റില്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ പൊതുവെ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുണ്ടാകാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കുക. വാക്കുകൾ അതിനൊക്കെ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. എന്നാൽ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ സ്ഥാപനം നടത്തുന്നവർക്ക് തൊഴിലാളികളിൽ നിന്നും ചിലപ്പോൾ ചില തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുലാം രാശിക്കാർക്ക് ഗുണകരമായ ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഒരു അലസതയൊക്കെ തോന്നും. അതൊക്കെ മാറ്റിവെക്കാൻ ശ്രമിച്ചാൽ പൊതുവെ അനുകൂലമായിരിക്കും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത കുറയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ കുറയും. ആരെങ്കിലുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ അത് പരിഹരിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ദിവസം അത് പരിഹരിക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ നടത്താം. കാരണം കലഹങ്ങളൊന്നും കൊള്ളില്ല. നമ്മളൊക്കെ ഈ ലോകത്ത് എത്ര കാലമെന്ന് ആർക്കറിയാം? നമുക്ക് തന്നെ പറയാൻ കഴിയൂ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ഇങ്ങനെയാണ് നമ്മളെന്ന് അറിയാവുന്നതുകൊണ്ട് ആരോടും നമ്മൾ വിരോധം വിചാരിക്കാതിരിക്കുക, ആരോടും പിണക്കം കരുതാതിരിക്കുക. പിന്നെ നമുക്ക് അനുകൂലമല്ല എന്നറിഞ്ഞാൽ നമുക്ക് പ്രതികൂലമായി വരാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമുക്ക് ഭഗവാൻ ബുദ്ധി തന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് അത് പ്രയോഗിക്കുക. അല്ലാണ്ട് അവരോട് വിരോധം വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മളുടെ സമയദോഷം കൊണ്ടാണ് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് മറ്റുള്ളവർക്ക് നമ്മളോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. നമ്മൾക്ക് സമയം അനുകൂലമല്ലാതെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും വിരോധവും പ്രയാസവും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ദോഷം കൊണ്ട് തന്നെയാണ്. നമ്മുടെ പൂർവ്വകർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ കൊണ്ടൊക്കെ വരുന്നു. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിരോധം വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ മനസ്സിനെ ഒന്ന് പക്വപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വളരെ കലഹമൊക്കെ ഉള്ളവരുമായിട്ടൊന്ന് ഇണങ്ങുന്നതിനൊക്കെ അനുകൂലമായ ഒരു സമയമാണ്. അതൊക്കെ ഉപയോഗപ്പെടുത്തുക ഈ സമയം. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്. മക്കളുമായി അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ടാവും. കുടുംബത്തിൽ ഒരു യാത്ര പോകുന്നതിനൊക്കെ അനുകൂലമായ സമയമാണ്. എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ പിണക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെറിയ പിണക്കങ്ങളാണ് കേട്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് കരുതിയിരിക്കുക. കുടുംബത്തിലൊരു സ്വസ്ഥത കുറവ് അതുകൊണ്ടൊക്കെ ചിലപ്പോൾ തോന്നാം.
തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും. തൊഴിൽ രംഗം അനുകൂലമാണ്. സഹപ്രവർത്തകരൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അത്ര മേന്മയുള്ള ദിവസമായിരിക്കുകയുമില്ല. പൊതുവെ അനുകൂലമായ ദിവസം തന്നെയാണ് തുലാം രാശിക്കാർക്ക്. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ്. നന്നായിട്ട് ഈശ്വരനെ ആരാധിച്ചിട്ട് നാമജപാദികൾ നടത്തിയിട്ട് വേണം അവർ അവരുടെ ആ ദിവസത്തിൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് തുടങ്ങാൻ, കർമ്മമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ. ആ ദിവസം നന്നായി നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക. കാരണം അനുകൂലമല്ല. വൃശ്ചിക രാശിക്ക് അനുകൂലമായ സമയമല്ല. എന്നാൽ മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിരിക്കുകയും ചെയ്യും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്നൊഴിച്ച് ബാക്കിയെല്ലാം മേന്മയുള്ളതല്ല. ഒരു കാര്യത്തിലും ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസത, എല്ലാ കാര്യത്തിലും സംശയം, ഒക്കെ നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നൊരു സ്വഭാവം, അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പൊതുവേ ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും, അതൊക്കെ ശ്രദ്ധിക്കണം. അതേപോലെ ആരോഗ്യകാര്യത്തിൽ എല്ലാ കാര്യത്തിലും ഉന്നതമെന്നല്ല, എല്ലാവരും ആരോഗ്യകാര്യത്തിൽ ഈ കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകാം. മുൻകോപം കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതേപോലെ തന്നെ അപകടങ്ങൾ ഉണ്ടാകാം. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വാഹനമൊക്കെ അമിതമായി സ്പീഡിലൊക്കെ ഓടിക്കാതിരിക്കുക. വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപകടകരമായ അവസ്ഥ വരും എന്ന് പറയുമ്പോൾ അപകടകരമായ അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ നഷ്ടമുണ്ടാകും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ ആയിട്ട് കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല. സ്വന്തമായി സ്ഥാപനം നടത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ എല്ലാ കാര്യത്തിലും കൊടുക്കണം. തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല. ധനപരമായ നഷ്ടങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ശ്രദ്ധ കൊടുക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും വൃശ്ചിക രാശിക്കാർ ഉപയോഗിക്കരുത്. പൊതുവെ സമയം അനുകൂലമല്ല. അപ്പോൾ നമ്മൾ സ്വയം വരുത്തി കൂട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അനുചിതമായ സുഹൃത്ത് ബന്ധങ്ങളെയും കരുതിയിരിക്കുക. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരത ഉണ്ടായിരിക്കില്ല. എന്നാൽ ആരോഗ്യകാര്യത്തിലും പൊതുവെ മേന്മയുള്ളതല്ല. ആത്മവിശ്വാസം ഉണ്ടാവില്ല. അലസതയായിരിക്കും. ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യതയുണ്ടാകും. മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാവും. വാക്കുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ മറ്റുള്ളവർ മനസ്സിലാക്കാൻ സാധ്യത കുറവുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളെയൊക്കെ ബോധപൂർവം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. കരൾ രോഗമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല. വിദ്യാർത്ഥികൾ സുഹൃത്തുക്കൾ മൂലം ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. അത് ഞായറാഴ്ചയാണെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാകില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ, അങ്ങനെ ഉണ്ടാകാം. അത് ശ്രദ്ധിക്കണം നടത്തും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾ. ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒന്നും അത്ര അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല. ഇനി മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. പൊതുവേ അത്ര മേന്മയുള്ള ദിവസങ്ങളല്ല എല്ലാ കാര്യങ്ങളിലും. എന്നാലും ആരോഗ്യം ഒരു പരിധിവരെ അനുകൂലമായിരിക്കും.
എന്നാൽ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. ബുദ്ധി അനുകൂലമല്ല. മാതൃസ്ഥാനീയർ അനുകൂലമല്ല. എന്നാൽ പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരതയൊന്നും ഉണ്ടാവില്ല. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. വാക്കുകൾ അനുകൂലമല്ലാതിരിക്കുന്നത് കൊണ്ട് വളരെ കരുതലും ശ്രദ്ധയും വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് മകരക്കൂറുകാർ ശ്രദ്ധിക്കണം ഇനി കുറച്ച് നാളത്തേക്ക്. കാരണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വരും. സാമ്പത്തികമായി അനുകൂലമുള്ള സമയമല്ല. സാമ്പത്തിക നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായ വരവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ചിലവുകളെ വളരെ നിയന്ത്രിക്കണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. കേസുകളൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അനാവശ്യമായ കേസുകളിലൊക്കെ ചെന്ന് പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര പൊതുവെ അനുകൂലമാണ്. മറ്റുള്ളവരുടെ സഹായമൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവും. എന്നാൽ ചില അംഗീകാരങ്ങൾ നഷ്ടപ്പെടും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മകരം രാശി. ചില സുഹൃബന്ധങ്ങളെയും കരുതിയിരിക്കണം അവർ. കുംഭം രാശി. കുംഭൻ രാശിക്ക് ദോഷകരമാണ്. ആരോഗ്യമായിട്ട് അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവും. അലസത ഉണ്ടാവും. വേണ്ടതുപോലെ തോന്നില്ല. എന്നാൽ മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. പക്ഷെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് വേണ്ടതുപോലെ തോന്നാതെ വരും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയൊക്കെ ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാവും. കടബാധ്യത ചെറുതായിട്ടൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമെങ്കിലും ധനപരമായ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് കുറച്ച് നേട്ടങ്ങളൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. അത് വാക്കുകൾ മേന്മയുള്ളതാക്കാം. ശ്രദ്ധിച്ചാൽ മതി, അത് മേന്മയുള്ളതാകും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ്. അവരിൽ നിന്നൊക്കെ ചില നേട്ടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടങ്ങൾ, കുടുംബത്തിൽ സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും. മക്കളും ജീവിത പങ്കാളിയൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. അവിടെ ചില പ്രയാസങ്ങളുണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും കുംഭൻ രാശിക്കാർ ഉപയോഗിക്കരുത്. മീനം. പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. വാദസംബന്ധമായ അസുഖങ്ങൾ, പിത്തരോഗങ്ങൾ, കഫരോഗങ്ങൾ, ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എല്ലാ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലൊരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാവും. അതേപോലെ മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യത്തിലും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യതയൊക്കെ ഒന്ന് തീർക്കാനായിട്ട് കുറയും. കുറച്ച് ധനപരമായ വരവുണ്ടായാൽ അത് കടം തീർക്കാനായിട്ട് ഉപയോഗിക്കുക. മറ്റൊരു കാര്യത്തിൽ മാറ്റിവെച്ച് അതും ഇതും ഇല്ലാത്ത അവസ്ഥ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധനപരമായ നഷ്ടമൊക്കെ ഉണ്ടാകുന്ന സമയമാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കില്ല. വാക്കുകൾ അനുകൂലമല്ലാത്തത് കൊണ്ട് വരാവുന്ന ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. വളരെ കരുതലോടുകൂടി മാത്രമേ വാക്കുകൾ ഉപയോഗിക്കാവൂ. ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുമായിട്ട് കലഹം ഉണ്ടാകുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് വർത്തമാനം പറയാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. തൊഴിൽ മേഖലയും ഒട്ടും അനുകൂലമല്ല. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല. അതേപോലെ ഒരു കാരണവശാലും ഇവരും ലഹരി പദാർത്ഥങ്ങൾ, മീനൻ രാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഖബന്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയുള്ള കുറേ കാലം അനുചിതമായ സുഖബന്ധങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു പൊതുഫലമാണ്. ഇതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോയാൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ ദിവസം വലിയ ദോഷമില്ലാതെ സുഗമമായി പോകാനായിട്ട് കഴിയും. അങ്ങനെ കഴിയണം എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം. അത് സാധിക്കേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ ഈ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് അത് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്.
എല്ലാ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും എൻ്റെ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഭഗവാനെ. ഇപ്പോഴും എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്നാണ്. പക്ഷേ കാലകർമ്മങ്ങളുടെ മാറ്റവും ഓരോ വ്യക്തിയുടെയും പ്രാരാബ്ധ കർമ്മങ്ങളും അതൊന്നും സാധ്യമാവില്ലെന്ന് അറിഞ്ഞിട്ടാണെങ്കിലും മനസ്സുകൊണ്ട് ആർക്കും ഉപദ്രവം ഉണ്ടാവില്ലേ ഭഗവാനെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നമസ്തേ, എല്ലാവർക്കും നമസ്തേ. അമ്മേ.